ചെകുത്താൻ 2 എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. ചെകുത്താൻ സീസൺ ഫസ്റ്റ് കാണാത്തവർ ചെകുത്താൻ ഫസ്റ്റ് കണ്ടിട്ട് സീസൺ 2 കാണുന്നതാണ് നല്ലത്. കാരണം ചെകുത്താൻ ഫസ്റ്റിന്റെ തുടർച്ചയാണ് ചെകുത്താൻ 2. കഥയിലേക്ക് പോകാം. 20 വർഷത്തിന് ശേഷമാണ് കഥ തുടങ്ങുന്നത്. രാത്രി ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മുമ്പിൽ വരുന്ന ഒരു മന്ത്രവാദി ആ പെൺകുട്ടിയുടെ മുഖത്ത് ഭസ്മം ഇടുമ്പോൾ ആ പെൺകുട്ടി അയാളുടെ കൺട്രോളിലാവുകയും മന്ത്രവാദി ആ പെൺകുട്ടിയുടെ രക്തം എടുത്തതിന് ശേഷം ഒരു സ്ഥലത്ത് പെൺകുട്ടിയെ കൊണ്ടുപോവുകയാണ്. അവിടെ കുറെ പെൺകുട്ടികളെ കെട്ടിയിട്ടിരിക്കുകയാണ്. മറുവശത്ത് ചന്ദ്രബാഗ്പൂർ എന്ന സ്ഥലത്ത് ഒരു വീടാണ് കാണിക്കുന്നത്. ഈ വീട്ടിലാണ് നമ്മുടെ ഹീറോയിനായ പിന്നി താമസിക്കുന്നത്. പിന്നി എന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ഉടൻ പീയൂഷിന്റെ നിക്കിയുടെ ഫോട്ടോയാണ് കാണുന്നത്. ഫോട്ടോയുടെ മുമ്പിൽ പോയി ഫോട്ടോയിൽ നോക്കി കുറെ നേരം പിന്നി സംസാരിക്കും. ഈ സമയം അവിടേക്ക് പിന്നിയുടെ മുത്തശ്ശി സുമിത്ര വരികയാണ്. സുമിത്ര പിന്നിയോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറയുകയാണ്. പിന്നി പോകുന്നത് നോക്കി നിൽക്കുകയാണ് സുമിത്ര. പിന്നിയോട് ഫൂറൻഘട്ടിലെ കാര്യങ്ങളും മാലിക്കിന്റെ കാര്യങ്ങളും ഒന്നും സുമിത്രയും വിക്രമും പറഞ്ഞിട്ടില്ല. പീയൂഷിന്റെ നിക്കിയും കുറിച്ച് വേറെ കഥകളാണ് പിന്നിയോട് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. ശേഷം കോളേജിൽ പോകാൻ റെഡിയായി വരുന്ന പിന്നിക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുകയാണ് വിക്രം. സുഗുണയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സുഗുണ ഇവരുടെ കൂടെയാണ് ഉള്ളത്. സ്പെഷ്യൽ ഫുഡ് വരുന്നതും കാത്തിരിക്കുകയാണ് പിന്നി. അപ്പോൾ അവിടേക്ക് ഫുഡുമായി വിക്രം വരികയാണ്. വിക്രം കൊടുക്കുന്ന ഫുഡ് കഴിച്ചതിന് ശേഷം പോകുന്ന പിന്നിയുടെ പുറകെ വരുന്ന വിക്രം ഓരോ കാര്യങ്ങളും പറയുകയാണ്. വലത്തേക്കാൽ വെച്ചിട്ട് ഇറങ്ങണം, സ്കൂട്ടറിൽ പോകണ്ട, ബസ്സിൽ പോയാൽ മതി, ബ്രേക്ക് ചെക്ക് ചെയ്യണം, ഹെൽമെറ്റ് ശരിയായി ഉപയോഗിക്കണം, പോകുന്ന വഴിയിൽ നാരങ്ങ കിടന്നാൽ അത് മറികടക്കരുത്, ആരും പ്രസാദമോ സ്വീറ്റ്സോ തന്നാൽ വാങ്ങരുത്, ആരെങ്കിലും നെറ്റിയിൽ പ്രസാദമിട്ട് തന്നാൽ എന്ന് വിക്രം പറയുമ്പോൾ അത് കേൾക്കുന്ന പിന്നി അവിടെ നിന്ന് ഓടിപ്പോകണം. അതല്ലേ മുത്തശ്ശ, എനിക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിലൊന്നും വിശ്വാസമില്ല. എനിക്ക് നാളെ 21 വയസ്സ് തികയുകയാണ്. എന്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കണമെന്ന് ആലോചിക്കും മുത്തശ്ശ എന്ന് പറഞ്ഞ് പിന്നി അവിടെ നിന്ന് പോകുന്നു. പിന്നി പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുന്ന വിക്രം 20 വർഷം മുമ്പ് നടന്ന സംഭവം ഓർമ്മിക്കുകയാണ്. സുമിത്രയുടെ കയ്യിൽ സുഗുണ പിന്നിയെ കൊടുക്കുമ്പോൾ അവിടെ ബാലദേവി വരികയാണ്. ബാലദേവി പിന്നിയുടെ കഴുത്തിൽ ഒരു ബ്ലൂ കളർ ലോക്കറ്റ് ഉള്ള മാല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാലദേവി അവരോട് ഈ മാല എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും പിന്നിയെ രക്ഷിക്കും. പക്ഷേ 21 വയസ്സ് പൂർത്തിയാകുന്ന ദിവസം ഈ മാലയുടെ ശക്തി നഷ്ടപ്പെടുമെന്ന് ബാലദേവി പറഞ്ഞത് ഓർമ്മിക്കുന്ന വിക്രം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഈ സമയം മറുവശത്ത് കുറെ മന്ത്രവാദികൾ പെൺകുട്ടികളുടെ രക്തവുമായി നേത്രയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ രക്തം കുടിക്കാൻ വരുന്ന നേത്ര അവിടെയുള്ള എല്ലാ രക്തവും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിലൊന്നും നേത്ര വിചാരിക്കുന്ന നിക്കിയുടെ ബ്ലഡ് പോലുള്ള ചതയ നക്ഷത്രത്തിലുള്ള ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് വയലന്റ് ആവുകയാണ് നേത്ര. അത് കണ്ട് പേടിക്കുന്ന മന്ത്രവാദികൾ അവിടെ നിന്നും പോവുകയാണ്. മറുവശത്ത് കോളേജാണ് കാണിക്കുന്നത്. അവിടേക്ക് പിന്നി വരികയാണ്. പിന്നിയുടെ അടുത്ത് വരുന്ന ഫ്രണ്ട്സ് 21ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് പിന്നി. നമുക്ക് അതൊക്കെ സമ്മതിപ്പിക്കാമെന്ന് ഫ്രണ്ട്സ് പറയുകയാണ്. ശേഷം അവർ കോളേജിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഫ്രണ്ട് ഫോണിൽ സംസാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് കാണുന്ന പിന്നി ആ ഫ്രണ്ടിനോട് കാര്യം എന്തെന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിൽ ആത്മാവ് കയറി, അതുകൊണ്ട് ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഫ്രണ്ടിനെ കാണുന്ന പിന്നി ആ ഫ്രണ്ടിന്റെ കൂടെ അമ്മയെ കാണാൻ പോവുകയാണ്. തുടർന്ന് മന്ത്രവാദിയുടെ അടുത്ത് പിന്നി വരികയാണ്. എന്നിട്ട് പിന്നി ഫ്രണ്ടിന്റെ അമ്മയുടെ അടുത്ത് പോയി ആന്റി ആരും ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോൾ പിന്നിയുടെ കഴുത്തിലുള്ള മാലാശ്രീ കാണുകയാണ്. അപ്പോൾ പിന്നി ടെൻഷൻ അടിക്കേണ്ട ആന്റി എന്ന് പറഞ്ഞ് അവരുടെ തലയിൽ കൈവയ്ക്കുമ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തേക്ക് പോവുകയാണ്. ആത്മാവ് പോകുന്നത് ആ മന്ത്രവാദി കാണുകയാണ്. തുടർന്ന് പിന്നിയുടെ ഫ്രണ്ടിനെ അമ്മ തിരിച്ചറിയുകയും അവരെല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയുമാണ്. ശേഷം ഈ മന്ത്രവാദി നടന്ന കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ കണ്ട ആ മന്ത്രവാദിയോട് പറയുകയാണ്. എല്ലാ കാര്യങ്ങളും കേട്ട് മനസ്സിലാക്കുന്ന ആ മന്ത്രവാദി അവരെ രണ്ടുപേരെയും കൊല്ലുകയാണ്. ഈ കാര്യം റിക്ക നേത്രയോട് പറയുകയാണ്. അത് കേൾക്കുന്ന നേത്ര സ്വർണ്ണപ്രഭയുടെ ശക്തികളുള്ള നിക്കിയുടെ മകളായ ആ ചതയ നക്ഷത്രക്കാരി ബ്ലൂ കളർ ലോക്കറ്റ് ഉള്ള പെൺകുട്ടി, നിങ്ങൾ പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അവളെ എനിക്ക് വേണമെന്ന് പറയുകയാണ് നേത്ര. ശേഷം അടുത്ത ദിവസം രാവിലെ പിന്നി കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം പിന്നി ഫ്രണ്ട്സ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്ത കാര്യം വിക്രമിനോട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വിക്രം ഇന്ന് മുഴുവൻ അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് പിന്നിയോട് പറയുകയാണ്. അത് കേൾക്കുന്ന പിന്നി ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ എന്ത് തന്നെ ആയാലും ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ വരണമെന്ന് വിക്രം പറയുന്നത് കേൾക്കുന്ന പിന്നി അവിടെ നിന്ന് കോളേജിലേക്ക് പോവുകയാണ്. പിന്നിയുടെ കൂടെയുള്ള ബാലദേവിയുടെ ശക്തി പോയി കഴിഞ്ഞാൽ പിന്നിയെ ദുഷ്ടശക്തികൾ ഉപദ്രവിക്കുമോ എന്നൊരു പേടി അവർക്കുണ്ട്. മറുവശത്ത് കോളേജിലേക്ക് മന്ത്രവാദി വരികയാണ്. ഈ സമയം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് പിന്നിയുടെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. ബർത്ത്ഡേ പാർട്ടിയുടെ കാർഡ് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന മന്ത്രവാദി ബർത്ത്ഡേ ഫംഗ്ഷന്റെ കാര്യം അറിയുകയാണ്. മറുവശത്ത് പിന്നിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ് വിക്രം. അപ്പോൾ അവിടേക്ക് പിന്നി ഫ്രണ്ട്സുമായി വരികയാണ്. പിന്നി വിക്രമിനോട് പാർട്ടിയുടെ കാര്യം പറയുമ്പോൾ വിക്രം സമ്മതിക്കാതെ നിൽക്കുന്നത് കാണുന്ന പിന്നി നിർബന്ധിച്ചും പിണങ്ങിയുമൊക്കെ വിക്രമിനോട് പറയുകയാണ്. പക്ഷേ വിക്രം പിന്നിയോട് ഫ്രണ്ട്സിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാണുന്ന പിന്നി വിക്രമിനോട് എന്നെ പറക്കാൻ സമ്മതിക്കാതെ ഈ കൂട്ടിന്റെ അകത്തിട്ട് വളർത്തുന്നത് എന്തിനാണ്? എന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല എന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞ് പിന്നി അവിടെ നിന്ന് പോകുന്നു. പിന്നി പറഞ്ഞത് കേട്ട് വിഷമത്തോടെ ഇരിക്കുകയാണ് വിക്രം. ശേഷം റൂമിൽ വരുന്ന പിന്നി കരയുകയാണ്. അപ്പോൾ ഫ്രണ്ട് താര ഫോണിൽ വിളിച്ചിട്ട് പാർട്ടി കഴിഞ്ഞ് 9 മണിക്ക് വീട്ടിലെത്തിക്കാം, വിൻഡോ വഴി ചാടി വരാൻ പറയുകയാണ് താര. അത് കേൾക്കുന്ന പിന്നി വിൻഡോ വഴി ചാടി പോവുകയാണ്. ശേഷം പാർട്ടിക്ക് വേണ്ടി റെഡിയായി പിന്നി ഫ്രണ്ട്സിന്റെ അടുത്ത് വരികയാണ്. തുടർന്ന് പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടേക്ക് ആ മന്ത്രവാദി വരികയാണ്. മന്ത്രവാദി പിന്നിയെ കണ്ടുപിടിക്കുമോ, വിക്രമിന് പിന്നിയെ രക്ഷിക്കാൻ കഴിയുമോ എന്നറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നവരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്